എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിൽ ഫോൺ മെമ്മറിയിൽ നിന്നും മൂവ് ചെയ്യിക്കാൻ സാധിക്കാത്ത ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. സാധാരണയായിട്ട് കുറഞ്ഞ മെമ്മറിയുള്ള ഫോണുകളിലൊക്കെ നമ്മൾ കുറേ ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഫോൺ അങ്ങ് സ്ലോ ആകും. കാരണം നമ്മുടെ ഫോൺ മെമ്മറിയിലെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സ്ലോ ആകും. പിന്നെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാകും. എന്നാൽ നമുക്ക് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മെമ്മറിയിൽ നിന്നും വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷനുകൾ നമുക്ക് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റൂട്ട് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ നിന്നും ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് റൂട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫോൺ മെമ്മറിയിലെ ആപ്ലിക്കേഷൻ മെമ്മറി കാർഡിലേക്ക് മാറ്റേണ്ടതെങ്കിൽ എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആപ്ലിക്കേഷനുകൾ ഫോൺ മെമ്മറിയിൽ നിന്നും റൂട്ട് ചെയ്തതിന് ശേഷം മെമ്മറി കാർഡിലേക്ക് മാറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോകൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 4-5 രീതിയിൽ റൂട്ട് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല ആപ്ലിക്കേഷനുകൾ അതിൻ്റെ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത റൂട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ ഒന്നും ആ വീഡിയോകൾ കാണാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ റൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റൂട്ട് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ, ഫോൺ മെമ്മറിയിലെ ആപ്ലിക്കേഷനുകൾ നമുക്ക് മെമ്മറി കാർഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇനി അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഫോൺ മെമ്മറിയിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പേര് APK എഡിറ്റർ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ ഫോൺ മെമ്മറിയിലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഞാനിത് ഇവിടെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നും ഇത് ഓപ്പൺ ആക്കിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഓപ്ഷനുകളിൽ നിന്നും രണ്ടാമത് കിടക്കുന്ന സെലക്ട് APK ഫ്രം ആപ്പ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ സെലക്ട് APK ഫ്രം ആപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ മൊബൈലിലുള്ള ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. ഇനി നമുക്ക് ഇതിന് മുമ്പായിട്ട് എൻ്റെ ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കാത്ത ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി ആ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. സെറ്റിംഗ്സിൽ നിന്നും ഞാൻ ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ആക്കിയതിനു ശേഷം ഡൗൺലോഡഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ നിന്നും ഞാൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഫോൺ മെമ്മറിയിലുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇവിടെ നിന്നും ഞാനൊരു ആപ്ലിക്കേഷൻ നോക്കുകയാണ്. ഇവിടെ നോക്കുക, ടെങ്കി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ മൂവ് ടു SD കാർഡ് എന്നുള്ളത് ഹൈഡ് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒന്നും മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതേപോലെ SD കാർഡ് എന്നുള്ളത് 0 ആണ്. ഈ ആപ്ലിക്കേഷൻ എനിക്ക് എൻ്റെ ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് ഫോൺ മെമ്മറിയിലേക്ക് മാത്രമുള്ള ആപ്ലിക്കേഷനാണ്. ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ ഫോൺ റൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ റൂട്ട് ചെയ്യാതെ ആണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇന്ന് ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും നമ്മളുടെ APK എഡിറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം ഇവിടെ ഒന്നും ടെങ്കി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്. ഞാനത് ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഞാൻ കോമൺ എഡിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ നോക്കുക, ഈ ആപ്ലിക്കേഷന്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ ഇതിന്റെ വേർഷൻ കോഡ്, വേർഷൻ നെയിം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇൻസ്റ്റാൾ ലൊക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തതിനു ശേഷം പ്രിഫർ എക്സ്റ്റേണൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായി സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ റിമൂവ്, ഇൻസ്റ്റാൾ, ക്ലോസ് എന്ന് പറയുന്ന 3 ഓപ്ഷനുകൾ കാണാം. എന്നാൽ ഇവിടെ നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട. ആദ്യം ഇനി ചെയ്യാനുള്ളത് നമ്മളുടെ ടെങ്കി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. ആ ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒന്നും ടെങ്കി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, മൂവ് ടു SD കാർഡ് ഇവിടെ ഹൈഡ് ആണ്. ഞാൻ ഇവിടെ ഒന്നും അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അൺഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ അൺഇൻസ്റ്റാൾ ആവുന്നതാണ്. നോക്കുക, ഇതിപ്പോൾ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മളുടെ APK എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ നിന്നും ഇൻസ്റ്റാൾ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇവിടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് APK എഡിറ്റ് ചെയ്ത് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്നും നമ്മളിപ്പോൾ APK എഡിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. അതിപ്പോൾ മെമ്മറി കാർഡിലാണോ ഫോൺ മെമ്മറിയിലാണോ എന്നുള്ളത് നോക്കുക. ടെങ്കി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂവ് ടു ഡിവൈസ് സ്റ്റോറേജ്. അതായത് ഇവിടെ നോക്കുക, SD കാർഡ് ആപ്പ്
19.4 MB ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മളുടെ മെമ്മറി കാർഡിലാണ്. ഇതിനു മുമ്പ് ഇത് ഫോൺ മെമ്മറിയിൽ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷനാണ്. ഇതിപ്പോൾ നമ്മളുടെ മെമ്മറി കാർഡിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് APK എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള ഫോൺ മെമ്മറിയിലുള്ള ആപ്ലിക്കേഷൻ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പേജിലെത്തി ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.